സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. എസ് ഹരിശങ്കർ IPSനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചു. കാളരാജ് മഹേഷ് കുമാർ IPS കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറാകും. അതിനിടെ ഹരിശങ്കർ IPS 2 ആഴ്ചത്തേക്ക് അവധിയിൽ പ്രവേശിച്ചു. റിനു ശ്രീധർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. റിനു, എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വളരെ വേഗം ഒരു മാറ്റത്തിലേക്ക് സർക്കാർ കടന്നത്? എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? സംസ്ഥാനത്ത് ഏകദേശം 16ഓളം IPS ഉദ്യോഗസ്ഥർക്കാണ് ഇപ്പോൾ നിലവിൽ സ്ഥലമാറ്റം ആയിരിക്കുന്നത്. കൊച്ചി കമ്മീഷണറായി കാളരാജ് മഹേഷ് കുമാറാണ് ചുമതല ഏൽക്കുന്നത്. ഹരിശങ്കറിനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചു. കഴിഞ്ഞ ദിവസം ഹരിശങ്കറിനെ കൊച്ചി കമ്മീഷണറായി നിയമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ചുമതല ഏറ്റെടുത്തിരുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ലീവ് ചോദിച്ചിരുന്നു. 15 ദിവസത്തേക്ക് ഈ ലീവ് സർക്കാർ അനുവദിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ സായുധ പോലീസ് ബറ്റാലിയനിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ റേഞ്ച് DIG ആയി നാരായണൻ TA നിയമിച്ചു. അരുൾ B കൃഷ്ണ എറണാകുളം റേഞ്ച് DIG ആകും. ജയദേവ് G കോഴിക്കോട് കമ്മീഷണറായി ചുമതല ഏറ്റെടുക്കും. സുദർശൻ KS എറണാകുളം റൂറൽ പോലീസ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. ഹേമലതയാണ് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണറായി എത്തുന്നത്. ഫറാഷ് T കോഴിക്കോട് റൂറൽ പോലീസ് മേധാവിയായി നിയമിച്ചിട്ടുണ്ട്. അരുൺ K പവിത്രൻ വയനാട് ജില്ലാ പോലീസ് മേധാവിയാകും. അതുപോലെ തന്നെ ജുവനപ്പുടി മഹേഷ് തിരുവനന്തപുരം റൂറൽ പോലീസ് മേധാവിയായും ചുമതലയേൽക്കും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ശരി, റിനു ശ്രീധറാണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് വൻ അഴിച്ചുപണി. എസ് ഹരിശങ്കർ IPSനെ സായുധ പോലീസ് ബറ്റാലിയൻ DIG ആയി നിയമിച്ചിരിക്കുകയാണ്. ഒപ്പം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായി പകരം കാൾരാജ് മഹേഷ് കുമാർ എത്തുമെന്നാണ് റിനു ശ്രീധർ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.